ISLന്റെ ഭാവി എന്താവുമെന്ന ഒരുപാട് സംശയങ്ങളിലൂടെയായിരുന്നു ഇതുവരെ ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ISLന് മുകളിൽ ഒരു വലിയൊരു എന്താ പറയുക, ഒരു അൺസർട്ടനിറ്റി തന്നെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. ഇതിനെ ചൊല്ലി പല ടീമുകൾക്കും കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ISL ഹോൾഡിംഗ് സിറ്റുവേഷനിലേക്ക് പോയൊരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. പോരാത്തതിന് പല ക്ലബ്ബുകളും ട്രാൻസ്ഫർ ഒക്കെ തന്നെ ഹോൾഡ് ചെയ്തു വെച്ച് തങ്ങളുടെ സ്റ്റാഫുകളുടെ സാലറി കട്ടുകളിലേക്ക് നീങ്ങുകയും അവരുടെ പ്രതിഷേധം AIFFനെ അറിയിക്കുകയും ലെറ്ററിലൂടെ അറിയിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് ആദ്യം കല്യാൺ ചൗബയുടെ ഒരു റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നീട് കുറേ അപ്ഡേറ്റുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. AIFFന്റെ ഭരണഘടനാ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന എന്താ പറയുക, സുപ്രീം കോർട്ടിലെ ഒരു ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ചർച്ചയിൽ ISLന്റെ കാര്യത്തെക്കുറിച്ചൊരു തീരുമാനം എടുക്കണമെന്ന് സുപ്രീം കോർട്ട് ആവശ്യപ്പെട്ടതിനാൽ തന്നെ AIFFും FSDയിലും ഒരുമിച്ച് ചേർന്നൊരു മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുകയും നടത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആദ്യം ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു ISL ഒക്ടോബർ 24 തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ISL ഒക്ടോബർ 24 തുടങ്ങുമെന്നായിരുന്നു. അല്ലാതെ ഒരു സാധ്യത തീയതി മാത്രമായിരുന്നു പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സും തന്നെയായിരുന്നു. പല മാധ്യമങ്ങളും ഈ ഒരു വാർത്ത വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സോ നമ്മൾ ഈ ഒരു കാര്യം പുറത്തേക്ക് വന്ന ശേഷം മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ISL ഒക്ടോബറിൽ തുടങ്ങുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് എന്നുള്ളത്. അതിന് കാരണമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും കല്യാൺ ചൗബെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. ISLന് മുൻപോടിയോടി തന്നെ ഇക്കുറി സൂപ്പർ കപ്പ് നടത്തുമെന്നുള്ളൊരു കാര്യം. സോ സൂപ്പർ കപ്പ് നടത്തി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 45 to 60 ഡേയ്സിൻ്റെ ഒരു പ്രീ സീസണും ഒക്കെ തന്നെ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ട്രെയിനിങ് സെഷനും ഒക്കെ തന്നെ ക്ലബ്ബുകൾക്ക് നൽകേണ്ട ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. സോ പെട്ടെന്ന് ചാടിക്കേറി സെപ്റ്റംബറിൽ സൂപ്പർ കപ്പ് നടത്തിയിട്ട് ഉടൻ തന്നെ പോയി ISL സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സോ നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം, അതായത് AIFFൻ്റെയും FSDLൻ്റെയും മീറ്റിങ്ങിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രസിദ്ധ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മെഗലാവു റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ISLന് മുൻപോടി കൂടി തന്നെ ഇക്കുറി സൂപ്പർ കപ്പ് നടക്കുമെന്നൊരു കാര്യം കൺഫേംഡ് ആയിട്ടുണ്ട്. അത് നടക്കുക സെപ്റ്റംബറിലായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇതിനെല്ലാം ശേഷം, അതായത് സൂപ്പർ കപ്പ് നടത്തിയതിനു ശേഷം ഡിസംബറിലായിരിക്കും ഇക്കുറി ISL നടക്കുക എന്നും അദ്ദേഹം ആരാധകരെ അറിയിക്കുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്രയും ടൈം പീരീഡ് കിട്ടുന്നതിനാൽ തന്നെ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കൊക്കെ ഇടയ്ക്ക് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും പല ടീമുകൾക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതായത് ISL സൂപ്പർ കപ്പ് കഴിഞ്ഞ ശേഷം ISL സീസണിന് വേണ്ടി നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിൽ ഉള്ളത്. അതെന്തൊക്കെ വന്നു കഴിഞ്ഞാലും ക്ലബ്ബുകൾക്ക് വളരെയധികം വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കുമെന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പോരാത്തതിന് ഈ ഒരു മാർക്കസ് മെഗലാവു റിപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് AIFF തങ്ങളുടെ, അതായത് ISLൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഗ്ലോബൽ ടെൻഡർ ഉടൻ തന്നെ വെക്കുമെന്നും അത് ഒക്ടോബർ 15 കൂടി തന്നെ ആ ഒരു പ്രക്രിയ പൂർത്തിയാക്കുമെന്നും ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ട് മാർക്കസ് മെഗലാവു പറയുന്നുണ്ട്. സോ നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മുകളിലുണ്ടായിരുന്ന കാർമേഘങ്ങളെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിയുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെ തന്നെ ഒരു മികച്ച ISL സീസൺ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്.